ഹലോ ഹായ് അമീഗോസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇൻഫ്രാറെഡിൽ, അതായത് ഇൻഡക്ഷൻ അല്ല, ഇൻഫ്രാറെഡാണ്, ലൈക്ക് സെയിം ആസ് ഗ്യാസ് പക്ഷേ ഇലക്ട്രിസിറ്റിയിൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് എഗ് റോസ്റ്റാണ്. അപ്പോൾ ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 3 മാസത്തിനേക്കാളും കൂടുതലായി. ബിക്കോസ് റെൻറ്റ് ഹൗസ് ആയതുകൊണ്ട് ഇതാണ് കുറച്ചും കൂടി എളുപ്പം. എന്ന് വെച്ചാൽ ഗ്യാസൊക്കെ എടുത്ത് വരുമ്പോൾ ഒരു ടൈം എടുക്കുമല്ലോ. അപ്പോൾ ഞങ്ങൾ ഇതാണ് എടുത്തത്. അപ്പോൾ നമ്മൾ എഗ്ഗൊക്കെ ബോയിൽ ചെയ്യാൻ വെച്ചേക്കണം. ഇതിൽ ടൈമർ സെറ്റിംഗ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. നമുക്കൊരു 10 മിനിറ്റാണ് നമ്മുടെ ഗൂഗിൾ ചേച്ചി പറയണത്. 10 മിനിറ്റ്സ് മതി. അപ്പോൾ അത് നമ്മളത് ചെയ്ത് നോക്കാം. ഞാനവിടെ തക്കാളി സവോള ഒക്കെ കിച്ചൻ്റെ കോലം നോക്കണ്ട, നമുക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് റെൻറ്റ് ഹൗസാണ്, അപ്പോൾ ഇതിൽ പ്രത്യേകിച്ചൊന്നും മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ പറ്റില്ല. ഇപ്പോൾ സവോള പിന്നെ വെളുത്തുള്ളിയും മുളകൊന്ന് ചതിക്കാനായിട്ട് ഞാൻ നമ്മുടെ മിക്സിയിൽ ഇതാക്കിയിട്ടുണ്ട്. ഇവിടെ എണ്ണ ഒഴിച്ച് സവാളൊക്കെ വഴറ്റിയെടുക്കുക. ഒരു നല്ല പകുതി ബ്രൗണും പകുതി വൈറ്റും ആ ഒരു രീതിയിലാക്കിയെടുക്കുക. ഗോൾഡൻ ബ്രൗണൊക്കെ പറയാം അതിന്, പക്ഷേ എനിക്കത് ഗോൾഡൻ ബ്രൗൺ ആണ്. പിന്നെ ഞാൻ തക്കാളി 4-5 കഷ്ണം അതിലിട്ടുണ്ട്. പ്ലസ് തക്കാളി ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മൾ മിക്സിയിലൊരു പൾസ് ഉണ്ടാവില്ല അതിൽ ചെയ്തിട്ട് മസാലയൊക്കെ ഇട്ട് ആ പേസ്റ്റ് അതിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് മല്ലിയില ഇഷ്ടമുണ്ടെങ്കിൽ മല്ലിയില ഇടാം, ഉപ്പ് ഇടാം. പിന്നെ മുട്ട നമ്മൾ ഓൾറെഡി ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് അതിൽ മിക്സ് ചെയ്താൽ. അപ്പോൾ ഇങ്ങനെ നമ്മൾ എഗ് റോസ്റ്റ് റെഡിയാണ്. അപ്പോൾ സെയിം ആസ് ഗ്യാസ് നമുക്ക് യൂസ് ചെയ്യാം, ബില്ലും കുറവാണ്. സോ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാൻ. ഞാനിത് ഓർഡർ ചെയ്തത് സ്വിഗ്ഗിയിൽ നിന്നാണ്. സോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ.